പ്രതിപക്ഷത്തിൻ്റെയോ അതല്ല മാധ്യമങ്ങളുടെയോ ഒന്നും സ്ക്രൂട്ടണിക്ക് വിധേയമായി നിന്നുകൊണ്ടൊരു പ്രവർത്തനത്തിന് താൻ തയ്യാറല്ല എന്നുള്ള ഒരു രീതി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ സർക്കാർ എങ്ങനെ ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരിച്ചിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അടുത്തു നിന്ന് കണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയും ആ മന്ത്രിസഭയിലെ അംഗങ്ങളും ഓരോ വിഷയങ്ങളിലും ഇടപെട്ട് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ മുൻകാലങ്ങളിൽ മഹാപ്രളയത്തിൻ്റെ കാലത്തടക്കം എങ്ങനെയാണ് ഇടപെട്ടതെന്ന് കണ്ടിട്ടുള്ള ആളാണ് ശ്രീ വി ഡി സതീശൻ. അപ്പോൾ ആ മാതൃകയൊന്നും തൽക്കാലം പിന്തുടരാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. താൻ തൻ്റെ വഴിക്ക് പോവും. പ്രളയത്തെക്കുറിച്ച് ബ്രീഫ് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരും. അല്ലാതെ എനിക്കതിന് സമയമില്ല. ഇന്നിപ്പോൾ ആ പ്രളയം നമ്മൾ ഇന്നലെ ഈരാറ്റുപേട്ടയിലും പാലായിലും ഒക്കെ കണ്ടത് കടകളും വീടുകളും അടക്കം വലിയ തോതിലുള്ള നാശനഷ്ടം പത്തനംതിട്ടയിലും കോട്ടയത്തും അടക്കമുള്ള ജില്ലകളിൽ ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം നമുക്ക് കിട്ടുന്നില്ലല്ലോ ശ്രീ റഹീം. തീർച്ചയായിട്ടും അതെ. ഇവിടെ ഞാൻ എന്റെ വഴിക്ക് പോകുമെന്ന് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ തീരുമാനിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അത് അദ്ദേഹത്തിന് പറയാം, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇതല്ലെന്നേ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഭരണഘടനാപരമായ അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. ഭരണഘടനാപരമായ ബാധ്യതയാണ്. അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതോടുകൂടി അദ്ദേഹത്തിൽ അർപ്പിതമായ ഒഴിവാക്കാനാകാത്ത ഭരണഘടനാപരമായ ബാധ്യതയാണ്. ആ ബാധ്യതയും ചെയ്യണം, അതിന് വൃത്തിക്ക് ചെയ്യണം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ചെയ്യണം. ജനാധിപത്യം അത് ചെയ്യാതെ ഞാൻ എന്റെ ഇഷ്ടത്തിന് പോകുമെന്നൊരു സ്വരം ശരിയല്ല. ഒന്ന്. രണ്ട്, നിങ്ങൾ പറഞ്ഞു പാലായിലും റാന്നിയിലും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടുത്തെ എം എൽ എമാർ പോലും, ഞാനിപ്പോ അവിടെ റാന്നിയിലെ എം എൽ എയുടെ ബൈറ്റ് ചിലപ്പോൾ മുമ്പ് കാണുമായിരുന്നു, എല്ലാം തകർന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോ സ്ഥലത്തു നിന്നും വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ, കാണുന്ന കാഴ്ചകൾ ഒക്കെ വളരെ വിഷമിപ്പിക്കുന്നതാണ്. ഒന്ന്, വളരെ പ്രയാസപ്പെട്ട് എല്ലാം സ്വരുക്കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഇതാ വീണ്ടും പ്രളയം വന്ന് ഇതിനെല്ലാം കവർന്നെടുത്തു കൊണ്ടുപോകുന്നു. അങ്ങനെ നഷ്ടപ്പെട്ട മനുഷ്യരല്ലേ. ഇനി വെള്ളം ഇറങ്ങിക്കഴിഞ്ഞവർ മാത്രമാണ് ഈ പൂർണ്ണമായ നഷ്ടം എത്രയാണെന്ന് അവർക്ക് കണക്ക് കൂട്ടാൻ പറ്റുക. അപ്പോ വെള്ളം ഇറങ്ങണേ എന്ന് പ്രാർത്ഥനാനിരതമായ മനസ്സുമായി നിൽക്കുന്ന മനുഷ്യർ ഇനി ഉറക്കമില്ലാതെ അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ, വ്യത്യസ്ത സംഘടനകളിൽപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന മറ്റൊട്ടനവധി ഉദ്യോഗസ്ഥരുണ്ടാകും. ഇവരെല്ലാവരെയും ഏകോപിപ്പിക്കേണ്ട, അവർക്കും ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ആത്മവിശ്വാസം പകരേണ്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പ്രതികരിക്കുന്നില്ല. രാവിലെ മുതൽ തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. രണ്ട്, ഇത് സംബന്ധിച്ചുള്ള അലർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം ബ്രീഫ് ചെയ്യുന്നില്ല. അദ്ദേഹം നേരിട്ട് ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നില്ല. അദ്ദേഹം മുൻകൂട്ടി നിശ്ചയിച്ച ഏതെങ്കിലും ഒരു പരിപാടി അദ്ദേഹം മാറ്റിവെക്കുന്നില്ല. അത് അനൗചിത്യപൂർണമായ വിരുന്നുകൾ ഉൾപ്പെടെ എല്ലാ പരിപാടികളും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇവിടെ എന്തൊക്കെയോ കുറെ സ്ഥലത്ത് വെള്ളമൊക്കെ പോകുന്നുണ്ട്, ഞാൻ എന്റെ പരിപാടികളുമായി ആസ്യൂഷ്വൽ മുമ്പോട്ട് പോകും എന്ന നില തുടരാൻ ഭരണഘടനാപരമായി അദ്ദേഹത്തിന് ബാധ്യത പറ്റില്ലാന്നേ. അദ്ദേഹത്തിന്റെ ബാധ്യത അദ്ദേഹം നിർവഹിക്കണം. അത് ഭരണഘടനാപരമായ ബാധ്യതയാണ്. അദ്ദേഹത്തിന്റെ ഔദാര്യമൊന്നുമല്ല നമ്മൾ ആരും ചോദിക്കുന്നത്. അദ്ദേഹം അനൗചിത്യം ഒഴിവാക്കണമെന്ന് പറയുന്നത് യാചനയല്ല. അത് മാന്യമായ ഭാഷയിൽ എല്ലാ മലയാളികളും ഒരേ സ്വരത്തോടെ പറയുമ്പോഴും അദ്ദേഹം അതിന് മനസ്സിലാക്കണം. ദയവായി കൂടെയുള്ളവർ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം അദ്ദേഹത്തോട്. ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് പറയാൻ സ്വാതന്ത്ര്യമുള്ള ആരാണെന്ന് എനിക്കറിയില്ല, അത് പറഞ്ഞു കൊടുക്കണം. ഇതല്ല ചെയ്യേണ്ടത് എന്ന് ചുറ്റിലും നിൽക്കുന്നവരെങ്കിലും പറഞ്ഞു കൊടുക്കണം. മറ്റൊന്ന്, നമ്മുടെ മുൻപിൽ മുൻകാല മാതൃകകളുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ രാഷ്ട്രീയ വിരോധത്താൽ സഖാവ് പിണറായി വിജയനെ വിമർശിക്കുന്ന ആളുകളും മാധ്യമങ്ങളും പോലും അദ്ദേഹം ദുരന്തഘട്ടത്തിൽ എടുത്ത ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അദ്ദേഹം രക്ഷകനെ പോലെ നിന്ന് കോർഡിനേറ്റ് ചെയ്തൊരു അദ്ദേഹത്തിന്റെ ഗവേണൻസ് സ്കില്ലുണ്ട്. അതിനെ അംഗീകരിച്ചവരാണ്. സഖാവ് പിണറായി വിജയനോടുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നവർ പോലും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആ സ്കില്ല്, അദ്ദേഹത്തിന്റെ ആ രീതികളെ പൂർണ്ണ സ്വരത്തിൽ രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ മാതൃകയുണ്ടല്ലോ, സർവസമ്മതമായ അത്തരം മാതൃക നമ്മുടെ കൺമുമ്പിലുള്ളപ്പോൾ സഖാവ് പിണറായി വിജയനെ അതുപോലെ അനുകരിക്കണം. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ അതിന്റെ ഒരു ഈഗോയൊന്നും ശ്രീ വി ഡി സതീശൻ ഉണ്ടാകേണ്ട കാര്യമില്ല ഇക്കാര്യത്തിൽ. കാരണം നമ്മൾ ഭരണം എന്ന് പറയുന്നത് തുടർച്ചയാണല്ലോ. അപ്പോൾ ഭരണപരമായ തുടർച്ചയുണ്ടാകുമ്പോൾ അതിൽ ഇത്തരം മാതൃകകൾ അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു. അതിനു പകരമായി അദ്ദേഹം ഒരിക്കലും ആരും മാതൃകയാക്കി കൂടാത്ത, ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയും മാതൃകയാക്കി കൂടാത്ത ഒരു രീതിയാണ് അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറുകളിൽ അവലംബിച്ചത്. അത് പൊന്നാനിയിലെ
ഈ വിവാദമായ വിരുന്നു മാത്രമല്ല, അനവസരത്തിലെ വിരുന്നു മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം മുതൽ അതുണ്ട് എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് എവിടുന്നോ ബ്രീഫ് ചെയ്തോളും, അല്ലെങ്കിൽ CM ഓഫീസിൽ നിന്ന് ബ്രീഫ് ചെയ്തോളും. അതല്ലല്ലോ, ഉദ്യോഗസ്ഥർ എന്ത് പറയുന്നു എന്ന് കേൾക്കാനല്ല ജനം ആഗ്രഹിക്കുന്നത്. ഈ ജനാധിപത്യ സമൂഹത്തിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ്, എന്താണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്, എന്താണ് മുഖ്യമന്ത്രിയുടെ പ്ലാൻ ഞങ്ങളെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാമാണ് നിങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്, ഇതെല്ലാം CM-ൽ നിന്ന് നേരിട്ടാണ് കേൾക്കേണ്ടത്. CM ആണ് അത് ഏകോപിപ്പിക്കേണ്ടത്, ഉദ്യോഗസ്ഥരല്ല ഏകോപിപ്പിക്കേണ്ടത്. അദ്ദേഹം മലപ്പുറത്തും പൊന്നാനിയിലും ഭക്ഷണം വിരുന്നും ചെയ്യുക, മറ്റാരെങ്കിലും ചെയ്യും എന്ന് അതല്ല. അപ്പോ ഒട്ടും നീതീകരിക്കാനാകാത്ത തെറ്റായ പ്രവർത്തനമാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. ഒരിക്കലും മാതൃകയാക്കിക്കൂടാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. അത് അങ്ങേറ്റം അപലപനീയമായ കാര്യമാണ്. അദ്ദേഹം ഒട്ടും അറച്ചു നിൽക്കാതെ തിരുത്തണം. എന്നിട്ട് മുഖ്യമന്ത്രി ചെയ്യേണ്ട പണി ചെയ്യണം. അവിടെ ഇതെല്ലാം ഏകോപിപ്പിക്കണം. ജനങ്ങൾക്ക്, ഉദ്യോഗസ്ഥർക്ക് ഒക്കെ ആത്മവിശ്വാസം കൊടുക്കണം. നന്ദി ശ്രീ എ. റഹീം MP പ്രതികരിച്ചു.